ഹലോ S4 ടെക് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് LED റീചാർജബിൾ കീ ചെയിൻ ലൈറ്റ് എന്നുള്ള ഒരു ചെറിയൊരു സംഭവം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ഇതിനൊരു മോഡൽ നമ്പർ വരുന്നത് W514 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൽ ഇതുകൊണ്ടുള്ള ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചൈന പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ മേടിച്ചത് അലി എക്സ്പ്രസ് എന്നുള്ള ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. കുറഞ്ഞ റേറ്റ് ഇത് കണ്ടപ്പോൾ മേടിച്ചോളൂ. അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ ഇത് റീചാർജ് ചെയ്യാനുള്ള ഒരു കേബിൾ വന്നിട്ടുണ്ട്. ഒരു ടൈപ്പ് C കേബിളാണ് ഇതിനായിരുന്നു. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിൾ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. പിന്നീട് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു സംഭവം വരുന്നത്. ഇതാണ് ആ റീചാർജബിൾ LED ലൈറ്റ്. ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾക്കും വേണ്ടി ഇത് ഉപയോഗിക്കാം. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകണം. ഇത് ഫസ്റ്റായിട്ട് നമുക്ക് കണ്ടപ്പോൾ തന്നെ പേരിലുള്ള പോലെ തന്നെ ഇതിനൊരു ലൈറ്റായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ബട്ടൺ കാണാം. ഈ ഒരു ബട്ടണിൽ ഈ ഭാഗത്ത് ഇത് എന്തിനുള്ള ബട്ടണാണ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് കത്തിക്കാനുള്ള ബട്ടൺ കേട്ടോ. ഞാനതൊന്ന് ഫ്ലാഷ് ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലുള്ള ലൈറ്റാണ് വരുന്നത്, ഫ്ലാഷ് ലൈറ്റ്. അതുപോലെ തന്നെ ഇതിലൊന്നും കൂടി പ്രസ് ചെയ്താൽ ആ ലൈറ്റിൻ്റെ കളറ് ഒരു മാറിയതായിട്ട് കാണാം. അതുപോലെ തന്നെ ഒന്നും കൂടി പ്രസ് ചെയ്താൽ ഒരു യെല്ലോ ലൈറ്റും കൂടി വരും. അതുപോലെ തന്നെ അതിലൊന്നും കൂടി ചെയ്താൽ ആ ഒരു യെല്ലോ ലൈറ്റ് വീണ്ടും മാറിയതായിട്ട് കാണാം. പിന്നെ ഒന്നും കൂടി പ്രസ് ചെയ്താൽ റെഡ് ലൈറ്റ്. ഇങ്ങനെ 6 ലൈറ്റുകളാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റെഡ് മിന്നുന്ന രീതിയിലുള്ള ലൈറ്റും ഇതിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത്രയും ലൈറ്റാണ് ഇതുകൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു കീ ചെയിൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു കീ ചെയിൻ രൂപത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലോക്കും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും മുറിക്കേണ്ട ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതെന്ന് വെച്ചാൽ എന്തെങ്കിലും വയറോ കാര്യങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ കൊളത്തി നമുക്ക് ഇങ്ങനെ വലിച്ച് മുറിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിന് തന്നിട്ടുണ്ട്. അതായത് എന്തെങ്കിലും വയറോ കാര്യങ്ങളൊക്കെ മുറിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ കൊളത്തിയതിന് ശേഷം നമുക്കിങ്ങനെ വലിച്ച് മുറിക്കാം. ഈ ഒരു ഭാഗത്ത് ബ്ലേഡാണ് വരുന്നത്. അങ്ങനെയുള്ള ഒരു ഉപകാരം ഇതുകൊണ്ടുണ്ട്. അപ്പോൾ പിന്നീട് വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇത് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ബാക്ക് ഭാഗം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ബാക്ക് ഭാഗം ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, ഒരു കോയിൽ കാണാം. ഈ ഒരു കോയിലിൻ്റെ ഈ ഒരു ബട്ടണിൽ ഇവിടെ പ്രസ് ചെയ്താൽ എനിക്കിവിടെ ഈ കാണുന്ന ഈ ഒരു ബട്ടണിൽ, അതായത് ഇത് ലൈറ്റിൻ്റെ ബട്ടണാണ്, ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ലൈറ്റ് ബട്ടണിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്താൽ എനിക്കിത് ഇവിടെ ഈ ഒരു കോയിൽ, അതായത് ഇവിടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വരുന്നത് കോയിലാണ്. ഈ ഒരു കോയിൽ കത്തുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു കോയിൽ കത്തുമ്പോൾ ഉണ്ടാകുന്നത് ഈ ഒരു കോയിൽ കത്തുന്നതാണ്. ഈ ഒരു കോയിൽ കത്തുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ തീ കത്തിക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണിത്. അത് കുറച്ച് സമയമേ ഉള്ളൂ കത്തുക. അങ്ങനെ കുറച്ച് സമയം കത്തിയതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി അത് ഓഫാവും. അപ്പോൾ അങ്ങനെ വരുന്നത് ഈ ഒരു കോയിൽ ചൂടായതിനു ശേഷം ഇതൊരു തീയായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷ്യം തീ കത്തിക്കുക എന്നുള്ള ഒരു സിഗരറ്റ് കത്തിക്കുക എന്നുള്ളതിനാട്ടോ. അതായത് സിഗരറ്റ് ലൈറ്റ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക. തീ കത്തിക്കാനൊക്കെ ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഓപ്പൺ ചെയ്തതിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കി നിങ്ങൾക്ക് ഇവിടെ സ്ക്രൂ ഡ്രൈവറുകൾ കാണും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വരുന്ന ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ആ ഒരു നെറ്റാണ് വരുന്നത്. ഇതിങ്ങനെ നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഇതിങ്ങനെ കണക്ട് ചെയ്താൽ നിങ്ങൾക്കിതൊരു സ്ക്രൂ ഡ്രൈവറായിട്ട് ഉപയോഗിക്കാം. ഇതൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു മൈനസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഉപയോഗിച്ചിട്ട് ഇതൊരു മൈനസ് സ്ക്രൂ ഡ്രൈവറായിട്ടും ഉപയോഗിക്കാം, സ്ക്രൂ ഡ്രൈവറുകളായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോർട്ടാണ് വരുന്നത്. ഈ ഭാഗത്തിലൂടെയാണ് ഈ ഒരു ടൈപ്പ് C ചാർജർ ഉപയോഗിച്ച് ഇത് ചാർജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇതിലെത്ര ചാർജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ചാർജ് ആകുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഇതിലോരോ 3 LED തന്നിട്ടുണ്ട്. ഈ 3 LED ഉപയോഗിച്ച് ഇതിലെത്ര ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ പല ഉപകാരങ്ങൾ നടക്കുന്ന ഒരു LED ലൈറ്റാണിത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ
അലി എക്സ്പ്രസ്സിൽ കണ്ടപ്പോൾ വെറുതെ ഒന്ന് ഓർഡർ ആക്കി നോക്കിയതാണ്, എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന്. അപ്പോൾ എനിക്കിത് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ റിവ്യൂകൾ ഞാൻ ഇനിയും ഈ ചാനലിൽ വയ്ക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി വരാൻ വേണ്ടി ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.